ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് IVF സമയത്ത് നമുക്ക് എത്ര എംബ്രിയോ വരെ യൂട്രസിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നു എന്നതിനെ കുറിച്ചാണ്. സോ നോർമലി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ പല വീഡിയോസിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ IVF സമയത്ത് ഉണ്ടാവുന്ന എംബ്രിയോസ് നമ്മൾ മാക്സിമം 2 അല്ലെങ്കിൽ 3 ആയിരുന്നു പ്രീവിയസ്ലി ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് IVF സമയത്ത് എത്ര എംബ്രിയോസ് നോർമലി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും, ഒരുപാട് എംബ്രിയോസ് ട്രാൻസ്ഫർ ഒറ്റ സമയത്ത് ചെയ്താൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. സോ യൂഷ്വലി നമ്മൾ IVF സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം 2 എംബ്രിയോസ് അല്ലെങ്കിൽ 3 എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് തന്നെ യൂഷ്വലി 2 എംബ്രിയോസ് ഇട്ടാൽ ചിലപ്പോൾ ഒന്ന് അല്ലെങ്കിൽ രണ്ട് എംബ്രിയോസ് ചിലപ്പോൾ ഇംപ്ലാന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 3 ഇട്ടാൽ ചിലപ്പോൾ ട്രിപ്ലറ്റ്സ് വരെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സ് ആയിരിക്കും ഈ 2 അല്ലെങ്കിൽ 3 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ നോർമലി കാണപ്പെടാറുള്ളത്. ചില സാഹചര്യങ്ങളിൽ അപൂർവമായിട്ട് ഈ സിംഗിൾ എംബ്രിയോ ചിലപ്പോൾ സ്പ്ലിറ്റിംഗ് എന്നൊരു പ്രൊസീജിയർ നടക്കാറുണ്ട്. അതായത് നമ്മൾ ഇട്ട എംബ്രിയോസ് സ്പ്ലിറ്റിംഗ് ചിലപ്പോൾ നടക്കും. അതായത് ഈ ഐഡന്റിക്കൽ ട്വിൻസ് എല്ലാം പറയുന്ന പോലത്തെ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇത് കാരണം തന്നെ നമ്മൾ 3-ൽ കൂടുതൽ എംബ്രിയോസ് ഇട്ടാലും പ്രത്യേകിച്ച് സ്പ്ലിറ്റിംഗ് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രഗ്നൻസി ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് 4 അല്ലെങ്കിൽ 5 എല്ലാം ആയാൽ പേഷ്യന്റിനും ബേബിനും റിസ്ക് ആണ്. അതിന്റെ ഒരു കാരണം തന്നെ എടുത്തു പറയണമെന്ന് വെച്ചാൽ യൂഷ്വലി ഒരു നോർമൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു 40 വീക്സ് ആണ്. നോർമലി 40 വീക്സ് വരെയാണ് നോർമൽ പ്രഗ്നൻസി നാച്ചുറലി പോവാറുള്ളത്. അപ്പോൾ ഏകദേശം മൾട്ടിപ്പിൾ ഓർഡർ ജസ്റ്റേഷൻ എന്നൊരു കാര്യം, അതായത് ഒന്നിൽ കൂടുതൽ പ്രഗ്നൻസി ട്വിൻസ് മുതലായ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഈ ജസ്റ്റേഷൻ ഏജിന്റെ ഒരു ഡ്യൂറേഷൻ കുറയാൻ സാധ്യതയുണ്ട്. യൂട്രസിന് മേ ബി 40 വീക്സ് ക്യാരി ചെയ്യേണ്ട ഒരു പ്രഗ്നൻസി മേ ബി 36 വീക്സ് ഇൻ ട്വിൻസ്, 32 വീക്സ് ഇൻ ട്രിപ്ലറ്റ്സ് മുതലായ കാര്യങ്ങൾ പിന്നെ കുറഞ്ഞു വരാനായിട്ടുള്ള ടെൻഡൻസിയാണ് ഉള്ളത്. അതായത് യൂട്രസിന് അത്രയും കപ്പാസിറ്റി ഉള്ളൂ, അത്ര വരെ കൊണ്ടുപോകാനേ ഒരു ചാൻസ് ഉള്ളൂ. പ്ലാസന്റൽ ന്യൂട്രീഷൻ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ജസ്റ്റേഷൻ ഏജ് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈം വരെ അതിനൊരു പോസിബിലിറ്റി ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം 36 വീക്സ്, അതായത് 8th മന്ത് വരെയൊക്കെ ആയിരിക്കും ട്വിൻസ് പോകുന്നത്, 7th മന്ത് വരെയാണ് ട്രിപ്ലറ്റ്സ് പോകുന്നത്. ബാക്കി ഡെലിവറി ചെയ്തതിന് ശേഷം ന്യൂനേറ്റൽ കെയർ ICUയിലാണ് ബാക്കി ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമ്മളെല്ലാവരും ചോദിക്കും അതുകൊണ്ട് എന്താ പ്രശ്നം, നോർമലി പ്രഗ്നൻസി കുറച്ച് നാൾ നേരത്തെ ആകണം എന്നല്ലേ ഉള്ളൂ. അങ്ങനെയല്ല. ബേസിക്കലി ട്രിപ്ലറ്റ്സ് മുതൽ അല്ലെങ്കിൽ ഹൈ ഓർഡർ പ്രഗ്നൻസി, അതായത് 4 പ്രഗ്നൻസി ഒക്കെ ഉള്ള ആൾക്കാർക്ക് എത്രയും നേരത്തെ ജനിക്കുന്നു ബാക്കി ഈ ഡെവലപ്മെന്റും കാര്യങ്ങളും യൂട്രസിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു ഇക്വലന്റ് അല്ല നമ്മൾ ബേബി പുറത്ത് വയ്ക്കുമ്പോൾ. അതിൻ്റെതായ റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളായിരിക്കാം, അതായത് അവർക്ക് വെയിറ്റ് കുറഞ്ഞതും അവർക്ക് ഇമ്മ്യൂണിറ്റി മുതലായ കാര്യങ്ങൾ കുറഞ്ഞായിരിക്കും ഡെഫിനറ്റ്ലി ജനിക്കുന്നത്. അപ്പം ഡേ ടു ഡേ കെയറിൽ ഇൻഫെക്ഷൻ മുതലായ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവരുടെ ഗട്ട് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻസ് ഡെവലപ്പ് ആയി കാണത്തില്ല, നമ്മൾ നോർമലി കൊടുക്കുന്ന പാല്, ബ്രസ്റ്റ് മിൽക്ക് മുതലായ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കാരണം തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ മുതലായ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ബേസിക്കലി ബ്രെയിൻ ഡെവലപ്മെന്റ് മുതലായ കാര്യങ്ങൾ ഡെവലപ്മെന്റ് പ്രോപ്പറായി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ യൂഷ്വലി നമ്മൾ ഒരു IVF പ്രഗ്നൻസിയിൽ ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം മാക്സിമം 2 എംബ്രിയോസ് മാത്രമാണ് നമ്മൾ നോർമലി ട്രാൻസ്ഫർ ചെയ്യാൻ അഡ്വൈസ് പറയാറുള്ളത്. 2 എംബ്രിയോസ് കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കൺസെന്റ് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കും. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു 3 എംബ്രിയോക്കുള്ള ഒരിക്കലും നമ്മൾ നോർമലി അഡ്വൈസ് പറയാറില്ല. ഈ എല്ലാം ഇഷ്യൂസ് ചിലപ്പോൾ IVF ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിവ് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കോംപ്ലിക്കേഷൻസ് കുറിച്ച് ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കാം. പക്ഷെ ഫ്യൂച്ചറിൽ ഒരു ഇഷ്യൂസ് വരാതിരിക്കാൻ ബേസിക്കലി ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ഏറ്റവും നല്ല ക്വാളിറ്റി എംബ്രിയോസിൽ 2 അല്ലെങ്കിൽ 3 ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങൾ സംസാരിക്കുക. മേ ബി ഒരു ഹയർ ഓർഡർ എംബ്രിയോസ് അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്പർ എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യാൻ അദ്ദേഹം അല്ലെങ്കിൽ അവർ ഒരു അഡ്വൈസ് പറയുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലെ അല്ലെങ്കിൽ റിസ്കിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കുക. സോ ഇതെല്ലാമാണ് ഈ എംബ്രിയോ നമ്പർ IVF സമയത്ത് എത്ര ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നു എന്നതിനെ കുറിച്ച് പറയാനുള്ള ചില കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ kindly post your questions below and always keep supporting our channel. Thank you.